ഹലോ ഗൈസ്, ജിതിനാണ്, യുവർ സ്പിരിച്വൽ ബഡി. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ നെഗറ്റീവ് എനർജീസ് നമ്മുടെ ലൈഫിൽ എങ്ങനെയൊക്കെ ബാധിക്കുന്നു. ചില ദോഷങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാക്കും. എസ്പെഷ്യലി നാഗദോഷം കേട്ടിട്ടുണ്ടാകുന്നു തോന്നുന്നു. കാളസർപ്പദോഷം, നാഗദോഷങ്ങളൊക്കെ ഇത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ലൈഫിൽ കുറേ പ്രശ്നങ്ങളുണ്ടാക്കും. എനിക്ക് ഈ ടോപ്പിക്ക് ചെയ്യണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ എനിക്കിതിനെപ്പറ്റി ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരുന്നില്ല. അതായത് ഇതിൻ്റെ സിംറ്റംസോ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാം എന്നുള്ളതിനെപ്പറ്റി ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റ്ലി ഞാനൊരു കുട്ടീനെ പരിചയപ്പെട്ടു. ഈ കുട്ടി തീരെ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് നാഗോപാസന ചെയ്യുന്നൊരു കുട്ടിയാണ്. അതായത് അതിന് ചെറുപ്പം തുടങ്ങി അങ്ങനെ ഒരു സിദ്ധി കിട്ടിയിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെ കിട്ടും. അങ്ങനെ ഒരു കിട്ടിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ അടുത്ത് ഞാൻ കുറച്ച് സംശയങ്ങൾ ചോദിച്ചു. ആ കുട്ടിക്ക് ഫേസ് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനൊരു പോഡ്കാസ്റ്റ് സെക്ഷൻ പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നൊരു ഇതായിരുന്നു. പക്ഷേ കുട്ടിക്ക് ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാൻ ആ കുട്ടിയുടെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, ഈ സർപ്പദോഷം നമുക്ക് എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആ കുട്ടി എനിക്കൊരു ഓഡിയോ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ പോകുന്നത്. ചേട്ടാ, നാഗദോഷം അല്ലെങ്കിൽ കാളസർപ്പദോഷം എന്ന് നമുക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യ തകർച്ച, നമ്മുടെ മുടി കൊഴിയുക, മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലായ്മ, പിന്നെ ആഗ്രഹിച്ച് കിട്ടിയ ജോലി അത് നമുക്കൊരിക്കലും ഉപയോഗപ്പെടുത്താനോ അല്ലെങ്കിൽ നമുക്ക് ആ ജോലിയിലേക്ക് എത്തിപ്പെടാനോ പറ്റാത്ത അവസ്ഥ, ദാരിദ്ര്യം ഒരിക്കലും വിട്ടുമാറില്ല. ദാരിദ്ര്യം, പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, തടിച്ച പാടുകൾ, അതുപോലെ വ്രണങ്ങൾ, ഇത്തരം അവസ്ഥകളൊക്കെ നമുക്ക് ഈ നാഗദോഷം കൊണ്ട് വരാവുന്നതാണ്. കേട്ട് കാണുന്നു പ്രതീക്ഷിക്കുന്നു. ഞാനപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിച്ചു, ഇതിന് പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ഒരു ഓഡിയോ എനിക്ക് അയച്ചു തന്നു. അതിൻ്റെ പരിഹാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാനതും കേൾപ്പിക്കാം. അതിന് പരിഹാരമുണ്ട്. കാളസർപ്പദോഷത്തിനും നാഗദോഷത്തിനും പരിഹാരവും ഉണ്ട്. പക്ഷെ അത് ഓരോരോ വ്യക്തികളിലെ ഗ്രഹനില വ്യക്തമായിട്ട് പരിശോധിച്ച് ഓരോരോ ആളുകൾക്കും ഓരോരോ പരിഹാരമാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതിന് അവരുടെ ഗ്രഹനില നോക്കി അവർക്ക് എന്താണോ ചെയ്താലാണോ മാറുക എന്നുള്ള കാര്യം ഓരോന്ന് നോക്കി ചെയ്താൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ. നാഗദോഷം ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്നാണ്. ആ ഓഡിയോ കേട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനപ്പോൾ ആ ഓഡിയോയിൽ നിങ്ങൾ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് പേഴ്സൺ ടു പേഴ്സൺ മാറും. കാരണം നമ്മുടെ ഗ്രഹനിലയും നമ്മുടെ ജാതകവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കുട്ടീനെ കോൺടാക്ട് ചെയ്യാം. ഐദർ ഇൻസ്റ്റാഗ്രാമിൽ പോയി കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം. വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യുമെന്ന് പറഞ്ഞു ഡയറക്റ്റ്. കാരണം ആ കുട്ടിക്ക് ജപവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് വാട്സപ്പ് ചെയ്യുക. ആ കുട്ടി അതിനനുസരിച്ച് റിപ്ലൈ തന്നോളൂ. പിന്നെ ഇതിനൊരു ചെറിയ എനർജി ട്രാൻസ്ഫറിങ് ഫീ ഉണ്ടാകും. ഞാൻ ആരെയും ഇതിനകത്ത് നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾ അവിടെ പോയി ചെയ്തോ, കുഴപ്പമില്ല. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ഞാൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, എനിക്ക് ഇതിന് 10 പൈസ കമ്മീഷൻ കിട്ടുന്നില്ല. എനിക്ക് 10 പൈസ വേണ്ട. കാരണം ഞാൻ കുറച്ച് പേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റെമഡീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ അവരോട് പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും എനിക്ക് തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഒരു അന്നദാനത്തിന് റെസിപ്റ്റ് എടുത്താൽ മതി. തൊട്ടടുത്ത അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ അവർക്ക് അത് കൊടുത്താൽ മതി. എനിക്ക് അതിൽ നിന്നും ആ കർമ്മത്തിനുള്ള പൈസ കിട്ടിക്കോളും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസിനകത്ത് നിങ്ങൾ കമൻസ് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.